എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ആദ്യത്തെ 2 5 ഇയർ പ്ലാൻസ് നമ്മൾ പഠിച്ചു. അതൊക്കെ ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളെല്ലാ പോയിൻറ്റ്സും നമ്മൾ ഉൾപ്പെടുത്തി. അപ്പോൾ ചോദിക്കുന്ന മാക്സിമം അല്ലെ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ആ ഫസ്റ്റ് 2 5 ഇയർ പ്ലാൻസിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് 3rd 5 ഇയർ പ്ലാനിലേക്കാണ് നമ്മൾ പോകുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ നമ്മൾ നോക്കുന്നത് 3rd 4th 5 ഇയർ പ്ലാൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അതിൻ്റെ പീരീഡ് എന്ന് ഓർത്തേ എന്ന് തൊട്ടെന്ന് വരെ ആയിരിക്കും 3rd 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേ 3rd 5 ഇയർ പ്ലാൻ എന്ന് തൊട്ടെന്ന് വരെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നാണ് 51 to 56 ആയിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 56 to 61. അപ്പോൾ 3rd 5 ഇയർ പ്ലാൻ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് 61 to 66. ഓക്കെ, അപ്പോൾ ആ 3rd 5 ഇയർ പ്ലാനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2024 ചോദിച്ച ഓഫീസ് അറ്റൻഡൻറ്റ് ചോദിച്ചതാണ്. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? എന്താണ്ടേ ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ പിന്നെന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ അല്ലെ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? അപ്പോൾ നിങ്ങൾ ആൻസർ കിട്ടുമോ എന്ന് നോക്കുക. നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2024 LDC ആലപ്പുഴ പാലക്കാട് 2 ജില്ലകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് അല്ലെ ഗ്രീൻ റവല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2024 തന്നെയാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് 5 ഇയർ പ്ലാൻ ഇന്ത്യ ഈസ് നോൺ ആസ് ഗാഡ്ഗിൽ യോജന? ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അത് 2024 അസിസ്റ്റന്റ് കമ്പൈലർ ചോദിച്ചതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഇതൊക്കെ ചോദിച്ച് ഇങ്ങനെ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തുടർന്ന് ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയാം, ട്രഡീഷണൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? ഓക്കെ, 2024 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 5 ഇയർ പ്ലാൻസിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും ഡിസ്കസ് ചെയ്തപ്പോൾ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് 3rd 5 ഇയർ പ്ലാനിൽ നിന്നും 4th 5 ഇയർ പ്ലാൻ. അപ്പോൾ ഓരോ 5 ഇയർ പ്ലാൻസ് നമുക്ക് എന്താണ് അരിച്ച് പിറക്കി പഠിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ, ക്ലാസ്സിലേക്ക് പോകാം. 3rd 5 ഇയർ പ്ലാൻ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ പീരീഡ് എന്താണ്, ഫ്രം 1961 to 66 അല്ലേ. 61 തൊട്ട് 66 വരെയാണ് 3rd 5 ഇയർ പ്ലാന്റെ പീരീഡ് എന്ന് പറയുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡ് എന്ന് പറയുന്നത്. നോക്കാം. ദ പ്രൈമറി ഗോൾ വാസ് ടു എസ്റ്റാബ്ലിഷ് സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിക്കാണുമല്ലോ നിങ്ങൾക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ലേ. അപ്പോൾ സെൽഫ് റിലയന്റ് അല്ലേ, സെൽഫ് റിലയന്റ് സ്വാശ്രയത്വം അല്ലേ, സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി അല്ലേ. സെൽഫ് റിലയന്റ് എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വാശ്രയത്വത്തിലൂടെ, അതുപോലെ എന്താണ് സെൽഫ് ജനറേറ്റിംഗ്, സ്വയം ജനറേറ്റ് ചെയ്യുന്ന, സ്വയം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇക്കോണമിയാണ്, അല്ലെങ്കിൽ സ്വയം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇക്കോണമിയെ സൃഷ്ടിക്കലാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്ടേ, സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി. സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് 3rd 5 ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്. 1ാം 5 ഇയർ പ്ലാൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ എന്താണ്, സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള, സ്വാശ്രയത്വപരമായിട്ടുള്ള, അതുപോലെ പിന്നെ എന്താണ് സെൽഫ് ജനറേറ്റിംഗ് ആയിട്ടുള്ള, സ്വയം സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വയം സൃഷ്ടിപരമായിട്ടുള്ളൊരു ഇക്കോണമി സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് 3rd 5 ഇയർ പ്ലാൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് പഠിക്കണം. സെൽഫ് റിലയൻ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി. ഓക്കെ, ഇനി 3rd 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ് ഗാഡ്ഗിൽ യോജന. കണ്ടോ, ഈ ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? അപ്പോൾ 3rd 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ്
ഗാഡ്ഗിൽ യോജന. അപ്പൊ ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് എക്സാമിന് ചോദിക്കും. ഗാഡ്ഗിൽ യോജന ഏതാണ്ടേ ഗാഡ്ഗിൽ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര. കാരണം അങ്ങനെ വിളിക്കാൻ കാരണം DR ഗാഡ്ഗിൽ നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നാഷണൽ ഇൻകത്തിൽ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ മെമ്പർ കൂടിയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഇക്കോണമിസ്റ്റാണ് ഗാഡ്ഗിൽ എന്ന് പറയും. DR ഗാഡ്ഗിൽ എന്ന് പറയും. ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പോളിസീസ് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് മോൾഡ് ചെയ്തത്, തേർഡ് 5 ഇയർ പ്ലാൻ മോൾഡ് ചെയ്തത്. അപ്പോൾ ഇത് DR ഗാഡ്ഗിൽ അല്ലേ, DR ഗാഡ്ഗിൽ എന്ന ഇക്കോണമിസ്റ്റ് DR ഗാഡ്ഗിൽ. ഓക്കെ, DR ഗാഡ്ഗിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അഗ്രികൾച്ചർ സെക്ടറിന്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വികസന തത്വങ്ങളുണ്ട്. ആ വികസന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ഫോം ചെയ്തത്, തേർഡ് 5 ഇയർ പ്ലാനിന് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തേർഡ് 5 ഇയർ പ്ലാൻ ഈസ് ഓൾസോ കാൾഡ് ഗാഡ്ഗിൽ യോജന. അതുകൊണ്ട് തേർഡ് 5 ഇയർ പ്ലാൻ എന്തെന്ന് വിളിക്കുന്നു, ഗാഡ്ഗിൽ പദ്ധതി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ദിസ് പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ. അപ്പോൾ ഇനി മറ്റൊരു പേര് കൂടിയുണ്ട്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദിസ് പ്ലാൻ, വിച്ച് പ്ലാൻ, തേർഡ് പ്ലാൻ അല്ലേ, തേർഡ് 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ. ഇവർ രണ്ട് ഇക്കോണമിസ്റ്റുകളാണ്, ജോൺ സാൻഡിയും എസ് ചക്രവർത്തി. അവർ രണ്ടുപേരുടെയും എന്താണ്, അവർ ചില ഇക്കണോമിക് മോഡൽസ്, സാമ്പത്തിക പിന്നെ സിദ്ധാന്തങ്ങൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ ചില കോൺസെപ്റ്റുകൾ നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ തേർഡ് 5 ഇയർ പ്ലാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇക്കോണമിസ്റ്റുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്ത് ഫോം ചെയ്യാറുണ്ട്, ഈ സിദ്ധാന്തങ്ങൾ, ഇക്കണോമിക് മോഡൽസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഈ സാമ്പത്തിക വികസനത്തെക്കുറിച്ച്, സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ഇക്കണോമിക് മോഡൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. അവരുടെ വികസനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട്, വികസനത്തിൻ്റെ അടിത്തറയായിട്ട് അവർ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ തേർഡ് 5 ഇയർ പ്ലാനിൽ ഈ ഗാഡ്ഗിൽ യോജന പോലെ, ഗാഡ്ഗിലിൻ്റെ കോൺസെപ്റ്റ് സ്വീകരിച്ചതുപോലെ തന്നെ ചില കോൺസെപ്റ്റുകൾ എവിടെ നിന്നും എടുത്തിട്ടുണ്ട്, ഈ ജോൺ സാൻഡിയുടെയും എസ് ചക്രവർത്തി ഇക്കണോമിക് മോഡലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ തേർഡ് 5 ഇയർ പ്ലാൻ ഈസ് ഓൾസോ കാൾഡ് ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, തേർഡ് 5 ഇയർ പ്ലാനിനെ ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ എന്ന് വിളിക്കുന്നു. അപ്പം മാറിപ്പോകരുത്. തേർഡ് 5 ഇയർ പ്ലാൻ രണ്ട് പേരിൽ അറിയപ്പെടുന്നു, ഗാഡ്ഗിൽ യോജന എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പിന്നെ എന്തെന്നറിയപ്പെടുന്നുണ്ടേ, ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ. അങ്ങനെ വിളിക്കാൻ കാരണം ഇവർ രണ്ട് ഇക്കോണമിസ്റ്റുകളായിരുന്നു. ഇവരുടെ ചില തിയറീസ്, ഇക്കണോമിക് മോഡൽസ്, സാമ്പത്തിക തത്വങ്ങൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഗാഡ്ഗിലിൻ്റേതുപോലെ ഇവരുടെയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേരിൽ കൂടി അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ബാക്കി നോക്കാം. The plan faced severe challenges from external aggression. അപ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞില്ല അല്ലേ, 51, 56 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, 56, 61 സെക്കൻഡ് 5 ഇയർ പ്ലാൻ. പക്ഷേ തേർഡ് 5 ഇയർ പ്ലാനിൽ ഈ 61, 66 കാലഘട്ടത്തിൽ ഈ പദ്ധതി നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. തേർഡ് 5 ഇയർ പ്ലാൻ നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്താണ് കാരണം? ബിക്കോസ് ഓഫ് ദ എക്സ്റ്റേണൽ അഗ്രഷൻ. എന്താണ്ടേ കാരണം? എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? വൈദേശിക ആക്രമണമുണ്ടായി, വിദേശ ആക്രമണമുണ്ടായി, വിദേശ രാജ്യങ്ങളുടെ ആക്രമണമുണ്ടായി. നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളെ എന്ത് ചെയ്തു? ആക്രമിച്ചു. അപ്പോൾ ദ പ്ലാൻ ഫേസ്ഡ് സിവിയർ ചലഞ്ചസ് ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലേ, വൈദേശിക ബാഹ്യാക്രമണമുണ്ടായി, അപ്പോൾ അതിൽ നിന്നും ചലഞ്ച്, ഒരു വെല്ലുവിളി നമുക്ക് നേരിടേണ്ടതായി വന്നു. ആർക്ക്? ഈ തേർഡ് 5 ഇയർ പ്ലാൻ്റെ നടത്തിപ്പിന്. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ അതുവരെ നമ്മൾ ഈ പ്ലാനിനൊക്കെ ആയിട്ട് മാറ്റിവെച്ച ഫണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വകമാറ്റി ചിലവഴിക്കേണ്ടി വരും. യുദ്ധാവശ്യം, കാര്യം എമർജൻസി അതല്ലേ, അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഇനി നോക്ക്, അതിനെക്കുറിച്ച് ഇനി ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പറയാം കേട്ടോ. അപ്പോഴേ വരുന്നുണ്ട് എക്സ്റ്റേണൽ അഗ്രഷൻ, ആരാണ് ആക്രമിച്ചത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് വർഷമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി പറയാം. ഇത് ജസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. ഇനി ദ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് വാസ് 5.6%, ബട്ട് ദ ആക്ച്വൽ ഗ്രോത്ത് അച്ചീവ്ഡ് വാസ് ഓൺലി 2.8%. അപ്പം നോക്കടേ,
അപ്പോൾ ആദ്യത്തെ 5 ഇയർ പ്ലാൻ, നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ്, വലിയൊരു സക്സസ് ആയിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്തതിൻ്റെ അത്രയും എത്തിയില്ലെങ്കിലും എന്താണ് അതിനോട് ഏകദേശം ഒരു 99% എത്തിയെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ കണ്ടോ, ദ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് വാസ്, നമ്മൾ തേർഡ് 5 ഇയർ പ്ലാൻ തുടങ്ങിയപ്പോൾ ആ വർഷത്തെ എന്താണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് എത്രയാണ്, 5.6% ആയിരുന്നു. 5.6% നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ കണക്ക് കൂട്ടിയ വളർച്ചാ നിരക്ക് ആ തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ. ബട്ട് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് ഓൺലി 2.8%. പക്ഷേ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എത്രയുള്ളായിരുന്നു, 2.8% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം നമുക്ക് വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്, എക്സ്റ്റേണൽ അഗ്രഷൻ. അതുപോലെ പിന്നെ മറ്റൊരു കാരണമുണ്ട് കേട്ടോ, ഡ്രോട്ട്. എന്താണ് ഡ്രോട്ട്? സിവിയർ ഡ്രോട്ട് ഉണ്ടായി, വരൾച്ചയുണ്ടായി അല്ലേ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റൊക്കെ അഗ്രികൾച്ചറൽ സ്റ്റേറ്റ്സുകളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് വരൾച്ചയുണ്ടായി. അതും ഈ പദ്ധതി പരാജയപ്പെടാൻ ഒരു കാരണമാണ്. അപ്പോൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 5.6 ആയിരുന്നു, എന്നാൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് 2.8% മാത്രമാണ്. അതിന് കാരണം ഈ ഒന്ന് എക്സ്റ്റേണൽ അഗ്രഷനും മറ്റൊന്ന് ഡ്രോട്ട് അല്ലേ, സിവിയർ ഡ്രോട്ടാണ്. എന്തുണ്ടായി, വരൾച്ചയുണ്ടായി. അതാണ് കാരണം. The only 5 year plan in India that recorded a negative growth rate. നോക്ക്, ഈ കാലഘട്ടത്തിൽ നമുക്ക് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, ദ ഓൺലി 5 ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ ദാറ്റ് റെക്കോർഡഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഇന്ത്യയിൽ നമ്മൾ ഇത്രയും പഞ്ചവത്സര പദ്ധതികൾ, 12ഓളം പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. അപ്പോൾ അതിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് നേടിയ ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കും. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? തേർഡ് 5 ഇയർ പ്ലാൻ ആണ്. ദ ഓൺലി 5 ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ ദാറ്റ് റെക്കോർഡഡ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, നെഗറ്റീവ് വളർച്ചാ നിരക്ക് നേടിയ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഏത്? തേർഡ് 5 ഇയർ പ്ലാൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഓർക്കുക, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് നേടിയ 5 ഇയർ പ്ലാൻ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഒന്നല്ല, രണ്ടല്ല, എത്രാം പദ്ധതിയാണ്? ഓൺലി ദ തേർഡ് 5 ഇയർ പ്ലാൻ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ആസ് എ റിസൾട്ട് the government decided to pause the regular 5 year planning process and instead implement 3 annual plans during the period from 1966 to 69. അപ്പോൾ നോക്കട്ടെ, ആസ് എ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കാരണം നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്ന് ചലഞ്ച് നേരിട്ടു, ഡ്രോട്ട് ഉണ്ടായി അല്ലേ, വരൾച്ചയുണ്ടായി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്ത ഗ്രോത്ത് റേറ്റ് ഒന്നും നേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ ആസ് എ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? ഈ വൈദേശിക ആക്രമണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ദ ഗവൺമെൻറ് ഡിസൈഡഡ്, ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു ടു പോസ്, മീൻസ് ടു സ്റ്റോപ്പ് അല്ലേ, നിർത്തലാക്കാൻ തീരുമാനിച്ചു. ദ റെഗുലർ 5 ഇയർ പ്ലാനിങ് പ്രോസസ് അല്ലേ. നമ്മുടെ ഈ 5 വർഷക്കാലം, തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 5 വർഷക്കാലം അല്ലേ, ആ 5 വർഷക്കാലം എന്താണ് പൂർത്തീകരിക്കാൻ ഗവൺമെൻറ് സമ്മതിച്ചില്ല. എന്ന് വെച്ചാൽ അതിന് സാധ്യമായിരുന്നില്ല, അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ആ 5 വർഷക്കാലയളവിലെ പഞ്ചവത്സര പദ്ധതി ഇടയ്ക്ക് വെച്ച് ഗവൺമെൻറ് എന്ത് ചെയ്തു? പോസ് ചെയ്തു, നിർത്തലാക്കി. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഈ തട്ടിമുട്ടിയൊക്കെ എന്താണ് തേർഡ് 5 ഇയർ പ്ലാൻ 61-66 വരെ ഇങ്ങനെ തേർഡ് 5 ഇയർ പ്ലാൻ ഇങ്ങനെ പതുക്കെ എന്താണ് എങ്ങനെയെങ്കിലും അങ്ങ് ആ കാലം കഴിച്ച് കിട്ടി. മനസ്സിലായില്ലേ? പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അടുത്ത 5 ഇയർ പ്ലാനിന് നമുക്ക് അടുത്ത 4th അല്ലേ വരേണ്ടത് അല്ലേ? 69 എന്താണ് 69 തൊട്ട് എത്ര വരെയാണ്? 74 വരെയുള്ള കാലഘട്ടത്തിൽ 4th 5 ഇയർ പ്ലാൻ വരേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? 66 തൊട്ട് 71 വരെയുള്ള പീരീഡ് അല്ലേ, 66 തൊട്ട് 71 വരെയുള്ള പീരീഡ്. കാര്യം 66 തേർഡ് 5 ഇയർ പ്ലാനും 66 തൊട്ട് അടുത്ത 71 വരെ എന്താണ് 4th 5 ഇയർ പ്ലാൻ വരേണ്ടതാണ്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ തേർഡ് 5 ഇയർ പ്ലാൻ എങ്ങനെയെങ്കിലും അങ്ങ് കഷ്ടിച്ച് കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? റെഗുലർ 5 ഇയർ പ്ലാൻ ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് വേണ്ട, 5 ഇയർ പ്ലാൻസ് വേണ്ട എന്ന് തീരുമാനിച്ചു. അതിന് പോസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താണ്? ഈ നേരത്തെ ഉണ്ടായ ഈ എക്സ്റ്റേണൽ അഗ്രഷനാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? വെറുതെ ഇരുന്നില്ല. ഗവൺമെൻറ് 5 ഇയർ പ്ലാനാണ് വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇൻസ്റ്റഡ് പകരം ഇംപ്ലിമെന്റ് 3 ആനുവൽ പ്ലാൻസ്, 3 വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തില്ല? ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചില്ല, 5 ഇയർ പ്ലാനാണ് പോസ് ചെയ്തത്, സ്റ്റോപ്പ് ചെയ്തത്, സീസ് ചെയ്തത്. എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്തു? ഇംപ്ലിമെന്റഡ് 3 ആനുവൽ പ്ലാൻസ്, 3 വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി. ഏത് പീരീഡിൽ? ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം 66 to 69, 66 തൊട്ട് 69 വരെ. എന്ന് വെച്ചാൽ 66 തൊട്ട് 67 വരെ, 67 തൊട്ട് 68 വരെ, 68 തൊട്ട് 69 വരെ. അങ്ങനെ ആ ഒരു സാമ്പത്തിക വർഷം. മനസ്സിലായില്ലേ? 66 തൊട്ട് 67 വരെ, 66, 67, അതുപോലെ 67, 68, 69. ഇപ്പം 3 സാമ്പത്തിക വർഷമായല്ലോ. ഈ 3
വർഷങ്ങളിൽ എന്ത് ആനുവൽ പ്ലാൻസ് ഓരോ വർഷത്തെ ചില ഏറ്റവും അത്യാവശ്യം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ വാർഷിക പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? തൽക്കാലത്തേക്ക് നമ്മൾ എന്തിനെ സ്റ്റോപ്പ് ചെയ്തു? 5 ഇയർ പ്ലാൻസ്, റെഗുലർ 5 ഇയർ പ്ലാൻസ് വേണ്ടെന്ന് വച്ചു. മനസ്സിലായല്ലോ? ഇനി therefore this period is called plan holiday. അടുത്ത പോയിന്റാണ്, പ്രധാനപ്പെട്ട പോയിന്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. therefore this period is called plan holiday. അതുകൊണ്ട് ഈ 66 മുതൽ 69 വരെയുള്ള പീരീഡ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്ലാൻ ഹോളിഡേ, പദ്ധതിയുടെ അവധി ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. പദ്ധതിയുടെ അവധി. ഏത് പദ്ധതിയാണ്? പഞ്ചവത്സര പദ്ധതികളുടെ അവധി ദിനങ്ങൾ അല്ലേ? 5 ഇയർ പ്ലാൻസിന്റെ ഹോളിഡേയ്സ് എന്ന് വിളിക്കുന്നു അല്ലേ? പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നു. ഏത് പീരീഡ്? 66 തൊട്ട് 69. കാരണം എന്തില്ല, ആ കാലഘട്ടത്തിൽ എന്തില്ല? 5 ഇയർ പ്ലാൻസ് ഇല്ല. ദാറ്റ് ഈസ് വൈ ദ പീരീഡ് ഫ്രം 1966 to 69 ഈസ് കാൾഡ് പ്ലാൻ ഹോളിഡേ. അതുകൊണ്ട് എന്തെന്ന് വിളിക്കുന്നു? പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നു. അതിന് കാരണം മനസ്സിലായല്ലോ? അപ്പോൾ കാരണം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ വിളിച്ചതെന്ന് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഗ്രീൻ റവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദി 3rd 5 ഇയർ പ്ലാൻ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഗ്രീൻ റവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ 3rd 5 ഇയർ പ്ലാൻ. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. വെച്ചാൽ അതിൻ്റെ പ്ലാനിങ് നടക്കുന്നത് 3rd 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് എന്ത്? പ്ലാൻ ഹോളിഡേയിലാണ് കേട്ടോ. പ്ലാൻ ഹോളിഡേ ഉണ്ടല്ലോ, 66 തൊട്ടുള്ള പീരീഡ്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ വിത്ത് പാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻസ്, അതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ മോൾഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഏതാണ്? 3rd 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. അതുകൊണ്ട് ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിലാണ് എന്ന് ചോദിച്ചാൽ ഏത് 5 ഇയർ പ്ലാനിലാണെന്ന് പറയണം? 3rd 5 ഇയർ പ്ലാനിലാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണിത് ആരംഭിക്കുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത്? പ്ലാൻ ഹോളിഡേയുടെ പീരീഡിലാണ് കേട്ടോ, പ്ലാൻ ഹോളിഡേയ്സിലാണ്. അപ്പോൾ ഏത് 5 ഇയർ പ്ലാനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഓർക്കുക, ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് 3rd 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം എന്നറിയാലോ? ദ മോഡേൺ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ്, ആധുനിക കാർഷിക തന്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തിക്കൊണ്ടെന്ന് വെച്ചാൽ മോഡേൺ മെഷീനറി, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതുപോലെ പിന്നെ എന്തൊക്കെയാ, പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ എന്താണ് അതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല, ഇന്ത്യയിലെ കർഷകർ കണ്ടിട്ടില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ഭയങ്കരമായ തോതിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഇറ്റ് ഈസ് കാൾഡ് ഗ്രീൻ റവല്യൂഷൻ. ഇതിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് 3rd 5 ഇയർ പ്ലാൻ പീരീഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഇത് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ഇയർ തിരിച്ച് പഠിക്കുകയാണ്. 61 to 66 വരെയുള്ള ഓരോ വർഷത്തെയും പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, അച്ചീവ്മെന്റ്സ് പഠിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇതാ നോക്ക്, ആദ്യം നോക്ക്, NCERT came into existence. എന്താണ്? 1961 September 1 എന്ന് വെച്ചാൽ 3rd 5 ഇയർ പ്ലാൻ പീരീഡിൽ വന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് NCERT അല്ലേ? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയും. നാഷണൽ അല്ലേ, കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT നിലവിൽ വന്നത് 1961 September 1 കാണാതെ പഠിക്കണം. NCERT 1961 September 1 നിലവിൽ വന്നത്. അത് 3rd 5 ഇയർ പ്ലാൻ പീരീഡിലാണ്, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത നോക്ക്, 1961 മറ്റൊരു ഇൻസിഡന്റ് ആണ്. ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ് അല്ലെ? ഇൻകം ടാക്സ് ആക്ട് കെയിം ടു ഇഫക്റ്റ്. ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കപ്പെടുന്ന എന്നാണ്? 1961 അല്ലെ? ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വരുമാന നികുതി നിയമം തുടക്കം കുറി അല്ലെങ്കിൽ പാസ്സാക്കപ്പെടുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് അല്ലേ? ആദായ നികുതി നിയമം പാസ്സാക്കപ്പെടുന്നത്, പാർലമെന്റ് പാസ്സാക്കുന്ന 1961 യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് 1860 ഇന്ത്യയിലുണ്ട് കേട്ടോ. 1860 ഇന്ത്യയിൽ ഉണ്ട് ഇൻകം ടാക്സ്. അതായത് ജെയിംസ് വിൽസന്റെ കാലഘട്ടത്തിൽ 1860 ഇൻകം ടാക്സ് ഇന്ത്യയിലുണ്ട്. അത് ബ്രിട്ടീഷ് പീരീഡിലാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് വരുന്നത് 1961 അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. അടുത്ത നോക്കാം, ഫസ്റ്റ് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കെയിം ടു ഫോഴ്സ്. 1961 എന്ത് ചെയ്തു? ആദ്യത്തെ IIM എന്താണ്ട്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ആദ്യത്തെ IIM വരുന്നത് 1961 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വരുന്നു.
നമ്മുടെ കേരളത്തിൽ IIM ഉണ്ടോടെ? കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. IIM കേരള എവിടെയാണ്? കോഴിക്കോട്. നമുക്ക് ഒരേ ഒരു IIM ആണുള്ളത്, കോഴിക്കോട്. അവർക്ക് കൊച്ചിയിലും ഒരു ക്യാമ്പസ് ഉണ്ട്. പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. IIM ഇവിടെ കോഴിക്കോട്. പക്ഷേ ഇവിടെ കോഴിക്കോടത്തെ കാര്യമല്ല പറയുന്നത്. ആദ്യത്തെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വരുന്നു. അതെവിടെയാണ് വരുന്നത്? ആദ്യമായിട്ട് കൽക്കട്ടയിലാണ് കേട്ടോ. കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് എന്ത് വരുന്നത്? ആദ്യത്തെ IIM 1961 വരുന്നത്. അതേ വർഷം തന്നെ അഹമ്മദാബാദിലും വരുന്നുണ്ട് കേട്ടോ. അഹമ്മദാബാദിലും. പക്ഷേ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് കൽക്കട്ടയിലാണ് 1961. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ 61 പോയിന്റ്സ് നമുക്കൊന്നുകൂടെ നോക്കാം. NCERT came into existence 1961 September 1. ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കുന്നു. ആദ്യത്തെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിലവിൽ വരുന്നു. എവിടെ? കൽക്കട്ടയിൽ. ഇത്രയുമാണ് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത 1962 നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ എക്സ്റ്റേണൽ അഗ്രഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എക്സ്റ്റേണൽ അഗ്രഷൻ, അതിൽ ആദ്യത്തെ എക്സ്റ്റേണൽ അഗ്രഷൻ ഇന്ത്യ ചൈന വാർ 1962 തേർഡ് 5-year പ്ലാനെ തേർഡ് 5-year പ്ലാൻ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു അല്ലേ? ഇന്ത്യ ചൈന വാർ 1962 കേട്ടോ. 1962. ഇനി നോക്ക്, 1962 April 1 ഇൻകം ടാക്സ് ആക്ട് കെയിം ടു ഫോഴ്സ്. അപ്പോൾ ആക്ട് പാസ്സാക്കപ്പെടുന്നത് 1961 തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു അല്ലേ? ആക്ട് പാസ്സാക്കപ്പെടുന്നത് 1961 ആ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്, നിലവിൽ വരുന്നത് എന്നോട്ടാണ് 1962 April 1 തൊട്ടാണ് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കുമ്പോൾ അന്ന് തന്നെ ഇത് നിലവിൽ വരണമെന്നില്ല. അപ്പോൾ ആക്ട് പാസ്സാക്കി 61. അതിനുശേഷം 1962 April 1 മുതൽ, അതായത് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം മുതൽ ഇന്ത്യയിൽ എന്ത് ഇൻകം ടാക്സ് അല്ലേ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിരിച്ചെടുക്കാൻ തുടങ്ങി. ഇൻകം ടാക്സ് ആക്ട് കെയിം ടു ഫോഴ്സ്, നിലവിൽ വന്നത് 1962 April 1. ഇനി ഓൺ October 26, 1962 ദ ഫസ്റ്റ് നാഷണൽ എമർജൻസി, ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ? October 26, 1962 ഇന്ത്യയിൽ ആദ്യ അടിയന്തരാവസ്ഥ വരികയാണ്. ഫസ്റ്റ് നാഷണൽ എമർജൻസി അണ്ടർ ദി ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരം? കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 352 പ്രകാരം. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും എമർജൻസിയുടെ ആർട്ടിക്കിൾ അല്ലേ? ഏതൊക്കെയാണ്? 352 സ്റ്റേറ്റ് എമർജൻസി അല്ലേ? 356. അതുപോലെ മറ്റൊരു എമർജൻസിയാണ് 360. ഇതാണ് എന്ത്? എമർജൻസീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 352 നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. 356 പ്രാദേശിക അടിയന്തരാവസ്ഥ, ഈ സംസ്ഥാന തലങ്ങളിലുള്ള അടിയന്തരാവസ്ഥ ഉണ്ടല്ലോ, ഓരോ പ്രത്യേക പ്രദേശങ്ങളിലുള്ള അടിയന്തരാവസ്ഥയാണ് 356. 360 എന്ന് പറയുന്ന ഇക്കണോമിക് എമർജൻസിയാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെയും ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. 352ഉം 56ഉം പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. 360 ഇതുവരെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെയും കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ 62 തേർഡ് 5-year പ്ലാൻ പീരീഡിലാണ് 1962 October 26 ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു. അണ്ടർ ആർട്ടിക്കിൾ 352. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 352ാമത് ആർട്ടിക്കിൾ പ്രകാരം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ അടിയന്തരാവസ്ഥ അത് തേർഡ് 5-year പ്ലാൻ പീരീഡിലാണ്. ഇനി നോക്ക്, ദ പ്രസിഡന്റ് ഹൂ ഡിക്ലെയർഡ് ദ ഫസ്റ്റ് നാഷണൽ എമർജൻസി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്ട്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ 62 പ്രഖ്യാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച, കാരണം രാഷ്ട്രപതി സൈൻ ചെയ്താലേ അത് നിലവിൽ വരത്തുള്ളൂ. രാഷ്ട്രപതിയാണ് അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഹൂ ഡിക്ലെയർഡ്, പ്രഖ്യാപിച്ച ആദ്യത്തെ അടിയന്തരാവസ്ഥ, ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, ഇനി an emergency that has not yet been declared in India is the financial emergency. ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെടാത്തൊരു എമർജൻസിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ്ട് ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെയും ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ an emergency that has not yet been declared in India is the financial emergency. ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കാത്ത എമർജൻസി ഏതാണ്?
പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 360 360 ഇതുവരെയും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല? ചുമത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 62-ലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ November 3, 1962. November 3, 1962. ഓക്കെ, അപ്പോൾ CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1962 നവംബർ 3-നാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുന്നത്. എന്നാൽ ഈ CBSEയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദാ നോക്ക്, ഇൻ ഇയർ 1952 അല്ലേ, 10 വർഷത്തിന് മുൻപ് ദ ബോർഡ് വാസ് ഗിവൺ ഇറ്റ്സ് പ്രസന്റ് നെയിം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഇന്ന് കാണുന്ന CBSE, അതാണ് ഉദ്ദേശിച്ചത്, ഇന്ന് കാണുന്ന CBSE ഓൾ ഇന്ത്യ തലത്തിൽ നിലവിൽ വന്നത് എന്നാണ് 1962-ലാണ്. മനസ്സിലായില്ലേ? എന്നാൽ ആ പേര് സ്വീകരിച്ചത് CBSE ഈ പിന്നെ എഡ്യൂക്കേഷൻ ബോർഡിന് ഈ പേര് സ്വീകരിച്ചത് 1962-ലല്ലാതെ എന്നാണ്? പിന്നെ 1952-ലാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചത് 1952-ലാണ്. എന്ന് പറഞ്ഞാൽ അന്ന് എന്തുണ്ട്? പിന്നെ ഈ വിദ്യാഭ്യാസ ബോർഡുണ്ട്, പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ എല്ലായിടത്തും ഇല്ല, പ്രാദേശികമായിട്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നെ മുൻഗാമി എന്ന് പറയുന്നത് 1929-ൽ 1929-ലാണ് ഇത് വരുന്നത്. 29-ൽ മനസ്സിലായില്ലേ? 29-ലാണ് ആര് വരുന്നത്? CBSEയുടെ ആദ്യ രൂപം വരുന്നത്. 1929-ൽ 1929-ൽ. അപ്പോൾ അതെന്താണ്? ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ബോർഡ് ഓഫ് ഹൈസ്കൂൾ, ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ, ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ രജപുത്താന എന്ന പേരിലാണത് വരുന്നത്. അതായത് ബ്രിട്ടീഷ് പീരീഡിൽ 1929 ബ്രിട്ടീഷ് പീരീഡിൽ ഇതിൻ്റെ ആദ്യ രൂപം, ഇന്ന് കാണുന്ന CBSEയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് പിന്നെ ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ, ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് ഏത് വരുന്നത്? ഈ 1929-ൽ ഏത് വരിക? ഈ CBSEയുടെ ആദ്യ രൂപം വരുന്നത് ബോർഡ് ഓഫ് ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ രജപുത്താന എന്ന പേരിലാണ് വരുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? 1952-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 52-ൽ അതിനെ റീനെയിം ചെയ്ത് എന്താക്കുന്നു? CBSE എന്ന പേര് കൊടുക്കുന്നു, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. മനസ്സിലായില്ലേ? എന്നിട്ട് 62 ആയപ്പോഴേക്കും, അതായത് 3rd 5-year പ്ലാൻ ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ തലത്തിൽ എന്ത് ചെയ്തു? ഈ CBSE വ്യാപിച്ചു. മനസ്സിലായി? അപ്പോൾ CBSE എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1962 3rd 5-year പ്ലാൻ പീരീഡ്. എന്നാൽ ആ പേര് സ്വീകരിച്ചത് എന്നാണ്? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പേര് സ്വീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1952-ലാണ്. അത് ഏത്? ഡ്യൂറിങ് ദ ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡ്, ഡ്യൂറിങ് ദ ഫസ്റ്റ്. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടും CBSEക്ക് ബന്ധമുണ്ട്, 3-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുണ്ട്. എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട, November 3, 1962. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ അത് വന്നത് എങ്ങനെയാണ്? പക്ഷേ CBSE എന്ന പേര് അക്സെപ്റ്റ് ചെയ്തത്, നെയിം അക്സെപ്റ്റ് ചെയ്തത് ആ ബോർഡിന്, എഡ്യൂക്കേഷൻ ബോർഡിന് CBSE എന്ന പേര് അക്സെപ്റ്റ് ചെയ്തത് ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡിലാണ്. ദാറ്റ് ഈസ് ഇൻ 1952 അല്ലേ, 1952-ലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1962 ഫൈനലി ദാറ്റ് ദ ബോർഡ് വാസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. 62-ൽ അവസാനമായിട്ട് എന്ത് ചെയ്തു? ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതെന്ത് ചെയ്തു? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീസ്ട്രക്ചർ ചെയ്തു, അതിൻ്റെ ഘടനയൊക്കെ മാറ്റി ഇന്ന് കാണുന്ന ഒരു ഘടനയിലാക്കിയത് 1962-ലാണ്. 52-ൽ ഇത് പേര് സ്വീകരിച്ചു. 62 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇൻക്ലൂഡിങ് കേരള അല്ലേ, കേരളത്തിലേക്ക് ഒരുപാട് CBSE സ്കൂളുകളില്ലേ, അപ്പോൾ ആ ബോർഡ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1962-ലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ വർഷത്തേക്ക് പോകുന്ന. അപ്പോൾ 61 ഡിസ്കസ് ചെയ്തു, 62 ഡിസ്കസ് ചെയ്തു, 63 1963. ഇതാ ഒരു മൈലിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് എന്തോ ആ ഒരു പോയിന്റിന് ബന്ധമുണ്ട് ഇതിനകത്ത്. നോക്കാം നമുക്ക്. ദ പീകോക്ക് വാസ് ഡിക്ലെയർഡ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. 63-ലെ 3rd 5-year പ്ലാനിലാണ് ദ പീകോക്ക്, മയിലിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തത്? നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഏത് വർഷമാണ്? 1963-ലാണ്, ഡ്യൂറിങ് ദ 3rd 5-year പ്ലാൻ പീരീഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 3rd 5-year പ്ലാൻ പീരീഡിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ വർഷം കൂടി പഠിച്ചു വയ്ക്കുക. കാരണം അത് സെപ്പറേറ്റ് 5-year പ്ലാനുമായി ബന്ധമില്ലെങ്കിൽ കൂടിയും ഇത് ചോദിക്കാം. പീകോക്കിനെ
അല്ലെങ്കിൽ മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി സ്വീകരിച്ചത് ഏത് വർഷമാണ്? 1963-ലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി 1960, അപ്പോൾ 63-ൽ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 1964-ലേക്ക് നമ്മൾ പോകുന്നു. നോക്കാം. The Central Vigilance Commission, CVC, was established on February 11, 1964. ദാ നോക്ക്, ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC സ്ഥാപിതമായി ഫെബ്രുവരി 11, 1964 എന്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമാകുന്നു ഡ്യൂറിംഗ് ദ തേർഡ് 5-year പ്ലാൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ, എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 11, 1964 ആര് വരികയാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വരും. ഓക്കെ, 1964-ലെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ്. ഓക്കെ, ഈ വിജിലൻസ് കമ്മീഷൻ എന്തിനാണെന്ന് അറിയാലോ? ഈ പൊതുപ്രവർത്തകരെ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ അന്വേഷിക്കുന്നതിനും അതിന് നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് വരുന്നത്? വിജിലൻസ് കമ്മീഷൻ വരുന്നത്, അല്ലേ? സെൻട്രൽ വിജിലൻസ് ഉണ്ട്, സ്റ്റേറ്റ് വിജിലൻസ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രത്യേകിച്ച് എന്തുണ്ട്? വിജിലൻസുകളൊക്കെ ഉണ്ട്. നമ്മൾ വാർത്തകളിലൂടെയൊക്കെ TV-യിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലേ വിജിലൻസിൻ്റെ അന്വേഷണം, അല്ലേ? വിജിലൻസിൻ്റെ പ്രത്യേകം ഇപ്പോൾ ഈ ശബരിമല വിഷയം നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിജിലൻസിൻ്റെ ഒരു വശത്ത് വിജിലൻസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിനകത്ത് പങ്കെടുക്കുന്നത് ആരുമായി ബന്ധപ്പെട്ടാണ്? സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ് ഏത്? വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് സെൻട്രൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. ഇത് നമ്മൾ സെൻട്രൽ വിജിലൻസ് നിലവിൽ വന്നത് CVC ലെവലിൽ നിന്നാണ് 1964-ലാണ്, അതായത് തേർഡ് 5-year പ്ലാൻ പീരീഡിലാണ്. നോക്ക്, ദ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നല്ലൊരു പോയിന്റാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കണം, നല്ലൊരു പോയിന്റാണ്. കൃത്യമായിട്ട് ചോദിച്ചാൽ എഴുതാൻ നമുക്ക് പറ്റണം. ദ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഫോർമേഷന് കാരണമായ കമ്മിറ്റി ഏതാണ്? ഒരു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ കമ്മിറ്റി ഏതാണ്? സന്താനം കമ്മിറ്റി. സന്താനം കമ്മിറ്റി. അപ്പോൾ സന്താനം, അല്ലേ? സന്താനം കമ്മിറ്റിയാണ്. എന്താണ്? സന്താനം കമ്മിറ്റി റിപ്പോർട്ടിൻ പ്രകാരമാണ് ആര് വരുന്നത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വരുന്നത്. മനസ്സിലായില്ലേ? ഒരു സന്താനം കമ്മിറ്റിയുടെ സന്താനമാണ് എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സന്താനം കമ്മിറ്റിയുടെ സന്താനമാണ് ആരെന്ന് പറയുന്നത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആദ്യത്തെ തലവൻ, അതിന്റെ തലവനെ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഹെഡ് ഓഫ് ദി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് NS റാവു ആണ്. നെട്ടൂർ ശ്രീനിവാസ റാവു ആണ് ഫുൾ നെയിം. നെട്ടൂർ ശ്രീനിവാസ റാവു, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. NS റാവു. നെട്ടൂർ കേട്ടോ. ശ്രീനിവാസ റാവു. ഇദ്ദേഹമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ തലവൻ കറണ്ട് അഫയേഴ്സിലൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പത്രം ഒക്കെ ഡെയിലി വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഈ പേരൊക്കെ ഇടയ്ക്ക് വാർത്തകളിൽ വരാറുള്ളതാണ്. കറണ്ട് ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ CVC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഫെബ്രുവരി 11, 1964. ദ കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എന്താണ്? സന്താനം കമ്മിറ്റി, അല്ലേ? അത് ഓർത്ത് വെച്ചാൽ മതി. സന്താനം കമ്മിറ്റിയുടെ സന്താനം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആദ്യത്തെ തലവൻ ആരാണ്? നെട്ടൂർ ശ്രീനിവാസ റാവു ആണ്. NS റാവു ആണ്. നിങ്ങൾ NS റാവു എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ഞാനത് ഫുൾ നെയിം പറഞ്ഞതേ ഉള്ളൂ. ഇനി ദ കറണ്ട് ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇപ്പോഴത്തെ ഹെഡ് ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ ഓൺ May 27, 1964. അപ്പോൾ തേർഡ് 5-year പ്ലാൻ പീരീഡിലാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത്. എന്നാണത്? ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ ഓൺ May 27, 1964 അദ്ദേഹം അന്തരിക്കുന്നു. മനസ്സിലായില്ലേ? അത് ഓർത്തിരിക്കുക, നല്ലൊരു പോയിന്റാണ്.
From May 27, 1964 to June 9, 1964, Gulsari Lal Nanda was the acting Prime Minister. അപ്പോൾ ഈ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഗുൽസാരി ലാൽ നന്ദ. അപ്പോൾ ഇങ്ങനെ ആര് അന്തരിച്ചതിന് ശേഷം, ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം, കാരണം വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്തത്, അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു രാഷ്ട്രത്തലവൻ, കാരണം ക്യാബിനറ്റിനൊരു തലവൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, ഗുൽസാരി ലാൽ നന്ദയെ എന്തായിട്ട് May 27, 1964 ആ പീരീഡ്, അതായത് അന്തരിച്ച ദിവസം തന്നെ എന്ത് ചെയ്തു, അതുകൊണ്ട് June 9, 1964 വരെ ഗുൽസാരി ലാൽ നന്ദ വാസ് ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അല്ലെ, ഒരു താൽക്കാലിക പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആരെ നിയമിക്കുന്നുണ്ട്, ഗുൽസാരി ലാൽ നന്ദയെ നിയമിച്ചു. മനസ്സിലായില്ലേ, ഗുൽസാരി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാണത്, ഗുൽസാരി ലാൽ നന്ദ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിൻ്റെയും ചെയർമാൻ ആയിരിക്കും അദ്ദേഹം, പ്ലാനിംഗ് കമ്മീഷൻ്റെയും ചെയർമാൻ ആയിരിക്കത്തില്ലേ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനും ആരാണ്, ഗുൽസാരി ലാൽ നന്ദയാണ് അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനും ആരാണ്, ഗുൽസാരി ലാൽ നന്ദയാണ്. മനസ്സിലായല്ലോ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിശേഷണം എന്താണ്, പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്, ഗുൽസാരി ലാൽ നന്ദ. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരി ലാൽ നന്ദ 1953 അദ്ദേഹം ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത്. ആ ഗുൽസാരി ലാൽ നന്ദയാണ് അദ്ദേഹം പിന്നെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടും പിന്നീട് ആക്ടിംഗ് ചെയർമാനായിട്ട്, പ്ലാനിംഗ് കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനായിട്ടും മാറുന്നത്. ആ പീരീഡ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോ. May 27, 64 മുതൽ June 9, 64 വരെ. വളരെ കുറച്ച് ദിവസം ഇരുന്നുള്ളൂ കേട്ടോ. During this period, Gulsari Lal Nanda was also acting chairman of the third 5-year plan. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഗുൽസാരി ലാൽ നന്ദ വാസ് ആൾസോ ദ ആക്ടിംഗ് ചെയർമാൻ ഓഫ് ദ തേർഡ് 5-year പ്ലാൻ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആക്ടിംഗ് ചെയർമാൻ, അല്ലെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആയിട്ടും ആര് പദവി വഹിച്ചിട്ടുണ്ട്, ഗുൽസാരി ലാൽ നന്ദ പദവി വഹിച്ചിട്ടുണ്ട്. ഓക്കെയാണ്, അത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഗുൽസാരി ലാൽ നന്ദ വൈസ് ചെയർമാനും ചെയർമാനുമായിട്ട് ഇരുന്നിട്ടുണ്ട്, വൈസ് ചെയർമാനുമായിട്ട് ഇരുന്നിട്ടുണ്ട്, അതുപോലെ ചെയർമാനുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി ഓൺ June 9, 1964 ലാൽ ബഹദൂർ ശാസ്ത്രി ടുക്ക് ഓഫീസ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, ആ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം June 9, 1964 ആരെ മാറ്റിക്കൊണ്ട്, ഗുൽസാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ അല്ലായിരുന്നു, അദ്ദേഹത്തെ മാറ്റി, താൽക്കാലിക പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി ടുക്ക് ഓഫീസ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയെ നിയമിച്ചു. അദ്ദേഹത്തിനും ഒരുപാട് കാലമൊന്നും ഇരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടേം എന്ന് പറയുന്നത് June 9, 1964 മുതൽ January 11, 1966, January 11, 1960 വരെയാണ് അല്ലേ. ഏകദേശം 2 വർഷക്കാലഘട്ടത്തിൽ മാത്രമേ ലാൽ ബഹദൂർ ശാസ്ത്രിക്കും അധികാരത്തിലിരിക്കാൻ സാധിച്ചു. ഇദ്ദേഹത്തിന് ഗുൽസാരി ലാൽ നന്ദ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. എന്നാൽ ഇദ്ദേഹത്തിനും 5 വർഷക്കാലം ഒന്നും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു, 66 ഇദ്ദേഹവും എന്ത് ചെയ്തു, അന്തരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ June 9, 1964 എന്ത് ചെയ്തു, ഇതേ June 9 ഇദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിക്കുന്നത് കണ്ടോ. ആരുടെയാണ്, ഗുൽസാരി ലാൽ നന്ദയുടെ ടെന്യൂർ അവസാനിക്കുന്ന അതേ ഡേറ്റിൽ തന്നെ June 9, 1964 ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവരോധിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെന്യൂർ കൊടുത്തിട്ടുണ്ട് June 9, 1964 തൊട്ട് January 11, 1966 വരെയാണ്. ഇനി 1964 പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് ദ കോത്താരി കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ July 14, 1964. 1964 മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ വരികയാണ്, കോത്താരി കമ്മീഷൻ. അപ്പോൾ കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്, 1964 July 14 കോത്താരി കമ്മീഷൻ. അപ്പോൾ 1964 മറ്റൊരു പോയിന്റ് മനസ്സിലായല്ലോ, കോത്താരി കമ്മീഷൻ അല്ലേ. The commission recommended 10+2+3 system of education in India. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആകെ സ്ട്രക്ചറൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് വരെ, തൊട്ട് മുമ്പ് വരെ, കഴിഞ്ഞ വർഷം വരെയും നമ്മൾ ഫോളോ ചെയ്തത് ഏതാണ്, 10+2+3 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇത് പിന്നെന്ത് ചെയ്തത്, റെക്കമെൻഡ് ചെയ്തത്, ശുപാർശ ചെയ്തത് ഏത് കമ്മീഷനാണ്, കോത്താരി കമ്മീഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് 10+2+3, 10+2+, അതായത് 10 കഴിഞ്ഞ് അല്ലേ 2 ഹയർ സെക്കൻഡറി, പിന്നെന്താണ് 3 ഇയർ ഡിഗ്രി കോഴ്സുകൾ. അപ്പോൾ 10+2+3 എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തത് ആരാണ്, കോത്താരി കമ്മീഷനാണ്. ആ കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് 1964, ദാറ്റ് മീൻസ് ഇൻ തേർഡ് 5-year പ്ലാൻ പീരീഡ്, മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്.
ചെയർമാൻ ഓഫ് ദ കോത്താരി കമ്മീഷൻ വേറെ ആരുമല്ല, ഡോക്ടർ എസ് കോത്താരിയാണ്, അല്ലേ? ഡോക്ടർ എസ് കോത്താരി. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പൊതുവെ ഇത് വിളിക്കുന്നുണ്ട്. കോത്താരി കമ്മീഷൻ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. കാരണം ഇദ്ദേഹത്തിന്റെ ശുപാർശകൾ ഒട്ടുമിക്കവയും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ഏത് വിളിക്കുന്നുണ്ട്? കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ആ കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട്. ഇനി കോത്താരി കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1966. ഇതുവരെ 64ലാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട് 66ലാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് അതും തേർഡ് 5 ഇയർ പ്ലാൻ, അല്ലെ? തേർഡ് 5 ഇയർ പ്ലാന്റെ അവസാന വർഷം 66ലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് 1964ലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ബൊക്കാറോ സ്റ്റീൽ, നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ കുറച്ച് സ്റ്റീൽ പ്ലാന്റ് പഠിച്ചു, അത് മാറിപ്പോരുത്, തിരിഞ്ഞു പോകരുതേ. ഈ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡ്. അവിടെ നമ്മൾ എന്താണ്, ദുർഗാപൂർ, അല്ലേ, അങ്ങനെയുള്ള കുറച്ച് സ്റ്റീൽ പ്ലാന്റ്, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, ഇതൊക്കെ എന്താണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണെങ്കിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് 1964, അതായത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മാറിപ്പോകരുത്, സ്റ്റീൽ പ്ലാന്റുകൾ രണ്ട് 5 ഇയർ പ്ലാൻ പീരീഡിലുണ്ട്. അവിടെ എന്താണ് 3 സ്റ്റീൽ പ്ലാന്റുകൾ നമ്മൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഒരു സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമാകുന്നു. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ മുതലെടുക്കാൻ വേണ്ടി അവർ ഇത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും. അപ്പോൾ ഓർക്കുക, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 1964 എന്നാണ് തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ് വരുന്നത്. ഓക്കെ. ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വരുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് സോവിയറ്റ് യൂണിയൻ. ഓർക്കുക, ഇത് ജാർഖണ്ഡിലാണ് നിലവിൽ വന്നത്, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റുകളിലൊന്നാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അത് ആരുടെ സഹായത്താലാണ്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഓരോ സ്റ്റീൽ പ്ലാന്റുകളും അന്നത്തെ ഓരോ വിദേശ രാജ്യം, UK സഹായത്തിൽ വന്നവയുണ്ട്, ജർമ്മനിയുടെ സഹായത്തിൽ വന്നതുണ്ട്, അല്ലെ, ബ്രിട്ടൻ്റെ സഹായത്തിൽ വന്നതുണ്ട്. അതാണ് UK എന്ന് പറഞ്ഞത്. അതുപോലെ എന്താണ്, ഈ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വന്നത് ആരുടെ സഹായത്താൽ, ആരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസിൻ്റെ ഫലമായിട്ടാണ്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ് നിലവിൽ വന്നത്. ഓക്കെ. അപ്പോൾ 64ൽ ഒരുപാട് ഈവൻറ്റ്സ് നമ്മൾ പറഞ്ഞു. 64ൽ ഓർക്കുക, 64ൽ അല്ലേ എന്തൊക്കെയാണ് നോക്കിയേ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 64ലാണ്. അതുപോലെ പിന്നെ എന്താണ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി സന്താനം കമ്മിറ്റി. അതുപോലെ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഹെഡിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ, ഇപ്പോഴത്തെ കറണ്ട് ഹെഡ്. അതുപോലെ ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27ലാണ്. അത് തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. അതിനുശേഷം ആദ്യത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഗുൽസാരി ലാൽ നന്ദ വരുന്നു. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനും, പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനും അദ്ദേഹമാണ്, അത് നമ്മൾ പറഞ്ഞു, അല്ലേ. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം 1964 പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നു. അദ്ദേഹം 1966 വരെയുള്ളൂ, 66ൽ അദ്ദേഹം അന്തരിക്കുകയാണ്. അടുത്ത് കോത്താരി കമ്മീഷൻ, അല്ലേ. കോത്താരി കമ്മീഷൻ തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡ് 1964ലാണ് വരുന്നത്. അവരാണ് എന്ത് ശുപാർശ ചെയ്തത്? 10+2+3 എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ ചെയർമാൻ DS കോത്താരിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് കോത്താരി കമ്മീഷൻ വിളിക്കുന്നു, അല്ലേ. അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത 1966ലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് 1964ൽ വരുന്നു. അത് ജാർഖണ്ഡിലാണെന്ന് പറഞ്ഞു. അവർക്ക് അസിസ്റ്റൻസ് കൊടുത്തത് സോവിയറ്റ് യൂണിയനാണ് എന്നും പറഞ്ഞു, അല്ലേ. ഇതാണ് 64ലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ്. അടുത്ത നമ്മൾ 65ലേക്ക് പോകുന്നു. നോക്കാം. ദ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDD, അല്ലെ, NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമാകുന്നു 1965 ജൂലൈ 16, 1965ലാണ്. ജൂലൈ 16 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വരുന്നു. അത് തേർഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ലൊക്കേറ്റഡ് ഇൻ ആനന്ദ്, ഗുജറാത്ത്. ആനന്ദ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജില്ലയുടെ പേരാണ്, ആനന്ദ്, ഗുജറാത്ത്. അമുലിൻ്റെ ആസ്ഥാനം അവിടെയാണ് കേട്ടോ. അമുലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആനന്ദ് എന്ന ജില്ലയിൽ, ഗുജറാത്തിലെ ആനന്ദ് എന്ന ജില്ലയിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നത്. ഫൗണ്ടർ ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആരാണ്ട്? വർഗീസ് കുര്യനാണ്. നമുക്ക് അഭിമാനിക്കാം, അദ്ദേഹം മലയാളി കൂടിയാണ്, അല്ലേ. ഡോക്ടർ വർഗീസ് കുര്യൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന, അല്ലേ, ഡോക്ടർ വർഗീസ് കുര്യനാണ്
എന്ത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹം മലയാളിയാണ്, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം കോഴിക്കോട് ആണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, നോൺ ആസ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നു, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. കാരണം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാലും പാൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്, കന്നുകാലി സമ്പത്തുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ആ നിലയിലേക്ക് ഇന്ത്യയെ വളർത്തിയതിൽ പ്രധാന പങ്കുവച്ചൊരു സ്ഥാപനമാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ എന്നതിൽ വർഗീസ് കുര്യൻ, അല്ലേ, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്താണ്? മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിൽക്ക് മാൻ, പാൽക്കാരൻ എന്ന് വിളിക്കുന്നു. ഇനി ഇദ്ദേഹം 2 ബുക്സുകൾ, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ബുക്സ് നമുക്ക് പഠിക്കാം. ഐ ടു ഹാഡ് എ ഡ്രീം, ഐ ടു ഹാഡ് എ ഡ്രീം, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഐ ടു ഹാഡ് എ ഡ്രീം എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഐ ടു ഹാഡ് എ ഡ്രീം ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? വർഗീസ് കുര്യൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇനി ആൻ അൺഫിനിഷ്ഡ് ഡ്രീം, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കാണ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയും. 2 ബുക്കുകൾ, ഐ ടു ഹാഡ് എ ഡ്രീമും ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. അൺഫിനിഷ്ഡ് ഡ്രീം, ആ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടൊരു ബുക്കാക്കിയതാണ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്നത്. മറ്റത് ഐ ടു ഹാഡ് എ ഡ്രീം, ഐ ടു ഹാഡ് എ ഡ്രീം, മറ്റത് അൺഫിനിഷ്ഡ് ഡ്രീം. ഓക്കെ, ഇനി നോക്ക്, ദ ഇൻഡോ പാകിസ്ഥാനി വാർ ടുക്ക് പ്ലേസ് ഇൻ സെപ്റ്റംബർ 1965. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായില്ലേ 3rd 5-year പ്ലാൻ പീരീഡിൽ. അതിലൊന്ന് 1962 ഇന്ത്യ ചൈന വാർ ആയിരുന്നെങ്കിൽ 1965 അതേ 5-year പ്ലാൻ പീരീഡിൽ തന്നെ 65 ഇൻഡോ പാക് വാർ ഉണ്ടാകുന്നു സെപ്റ്റംബർ 1965. ഇതാണ് 3rd 5-year പ്ലാൻ പരാജയപ്പെടാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് 1965 പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്ടേ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, അതിൻ്റെ ആസ്ഥാനം പറഞ്ഞു. അതുപോലെ എൻ്റെ ഫൗണ്ടർ വർഗീസ് കുര്യനാണ്, അദ്ദേഹത്തെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം, ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഓക്കെ, നമ്മൾ അടുത്ത വർഷത്തേക്ക് പോകുന്നു. 1966, 1966, അതായത് 3rd 5-year പ്ലാൻ അവസാനിക്കുകയാണ്. 3rd 5-year പ്ലാൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. നോക്ക്, The Tashkent Agreement was signed on January 10, 1966. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. താഷ്കന്റ് ഉടമ്പടി, താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ജനുവരി 10, 1966. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. എന്താണ് ഈ താഷ്കന്റ് കരാർ എന്ന് പറഞ്ഞാൽ? 65 ഇന്ത്യ പാക് വാർ ഉണ്ടാകുന്നുണ്ട്. ആ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് താഷ്കന്റ് ഉടമ്പടിയോടുകൂടിയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ വേഴ്സായ് സന്ധി അല്ലെങ്കിൽ വേഴ്സായ് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈ 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചതോടുകൂടിയാണ്. അതെന്നാണ്? 1966 ജനുവരി 10, അതായത് 3rd 5-year പ്ലാൻ പീരീഡിലാണ്. ഇറ്റ് വാസ് എ പീസ് ട്രീറ്റി, ഇതൊരു സമാധാന ഉടമ്പടിയാണ്. പീസ് ട്രീറ്റി ഒരു സമാധാന ഉടമ്പടി, സമാധാന കരാറാണ്. ടു എൻഡ് 1965 ഇൻഡോ പാകിസ്ഥാനി വാർ, അല്ലെ, ഇൻഡോ പാക് വാർ 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ച ഒരു പീസ് ട്രീറ്റി, ഒരു സമാധാന ഉടമ്പടിയാണ് ഏത്? താഷ്കന്റ് കരാർ എന്ന് പറയുന്നു. അതിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് നോക്കി? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യൻ സിഗ്നേറ്ററി പ്രൈം മിനിസ്റ്റർ ലാൽ ബഹാദൂർ ശാസ്ത്രി. ആ സമയത്ത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് കേട്ടോ. ഇന്ത്യൻ സിഗ്നേറ്ററി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രി. പാകിസ്ഥാനിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? പ്രസിഡന്റ് അയൂബ് ഖാൻ ആണ്. അപ്പോൾ ഇതിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? കൃത്യമായി പഠിക്കണം. ഇന്ത്യക്കായി ഒപ്പുവെച്ചത് പ്രൈം മിനിസ്റ്റർ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് പ്രസിഡന്റ് അയൂബ് ഖാനുമാണ്. മാറിപ്പോരുതേ. ഓക്കെ, ഇനി നോക്കുക, ദ മീഡിയേറ്റിംഗ് കൺട്രി. ഇതിന് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത് ആരാണ്? USSR ആണ്. അപ്പോൾ ഈ അന്നത്തെ USSRലാണ് ഏത്? താഷ്കന്റ് എന്ന് പറയുന്നത്. ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലാണെന്ന് പ്രത്യേകിച്ചൊരു രാജ്യമാണത്. അന്ന് ഏതിൻ്റെ ഭാഗമാണ്? USSRൻ്റെ ഭാഗമാണ് താഷ്കന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കാരണം എന്താണ്? ഇതിൻ്റെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്, ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു. ഇപ്പം തന്നെ വാർത്തകൾ വരുന്നില്ലേ, ഈ ഗാസ, പിന്നെ എന്താണ്, പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ആരിടപെടുന്നു? അമേരിക്ക മീഡിയേറ്റർ ആയിട്ട് വരുന്നു അല്ലേ?
അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. അതുപോലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ മീഡിയേറ്ററായിട്ട് നിന്നത് ആരാണ്? USSR ആണ്. അതുകൊണ്ടാണ് USSRന്റെ കീഴിലെ താഷ്കണ്ട് എന്ന് പറയുന്ന നഗരത്തിൽ വെച്ച് ഇത് ഒപ്പുവയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ ഒപ്പുവയ്ക്കാനായിട്ട് ഇത് പോയി അത് വച്ചതിന് ശേഷമാണ് അവിടെ വെച്ചിട്ടാണ് ആരന്തരിക്കുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അതിന് പിന്നെന്താണ് പല റൂമേഴ്സൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച്. കാരണം അത് നമുക്ക് ആവശ്യമില്ല. 1966 അദ്ദേഹം അന്തരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നോക്കുക 66. അപ്പോൾ 66 ഈ താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം അന്തരിക്കുന്നു. ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നു. അങ്ങനെ ജാനുവരി 24, 1966 ഇപ്പോൾ അടുത്ത പ്രൈം മിനിസ്റ്റർ വേണമല്ലോ, ഇന്ദിരാഗാന്ധി ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ ജനുവരി 24, 1966 ഇന്ദിരാഗാന്ധി അല്ലേ, ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ്. 1966 ജനുവരി 24 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകും. ഓക്കെ, അതും 3rd 5-year പ്ലാൻ പീരീഡിലാണ്. ഷീ വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ 3rd 5-year പ്ലാൻ ഫ്രം ജാനുവരി 24, 1966 ആൻഡിൽ ഇറ്റ്സ് കൺക്ലൂഷൻ ഓഫ് മാർച്ച് 31, 1966. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? 3rd 5-year പ്ലാന്റെ ചെയർമാനായിട്ട് വരികയാണ്. 3rd 5-year പ്ലാന്റെ ചെയർമാനായിട്ട്. അപ്പോൾ ആക്ടിംഗ് ചെയർമാനായിട്ട് ഗുൽസാരിലാൽ നന്ദ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അല്ലേ. അപ്പോൾ 64 ആദ്യം എന്താണ് ഇതിൻ്റെ 3rd 5-year പ്ലാൻ പീരീഡിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. അദ്ദേഹം 64 അന്തരിച്ചു. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അതിനുശേഷം ആര്? ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് ചെയർമാനായിട്ട് വരുന്നു. അതിനുശേഷം ആ പീരീഡിൽ തന്നെ ആര് വരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ചെയർമാനായിട്ട് വരുന്നു. അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധി അവസാന കാലഘട്ടങ്ങളിൽ, അതാണ് പറയുന്നത് ഷീ വാസ് ദ ചെയർപേഴ്സൺ, ഇന്ദിരാഗാന്ധി വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ 3rd 5-year പ്ലാൻ. എന്നോട്ടായിരുന്നു? ജാനുവരി 24, 1966. അവർ അന്നോട്ടാണല്ലോ പ്രൈം മിനിസ്റ്റർ ആയത്. അതുതൊട്ട് അണ്ടിൽ ഇറ്റ്സ് കൺക്ലൂഷൻ മാർച്ച് 31, 1966. 1966 പിന്നെ ഇത് 3rd 5-year പ്ലാൻ അവസാനിക്കും വരെയും അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ 4 വ്യക്തികളിലൂടെയാണ്, 4 ചെയർമാൻമാരിലൂടെയാണ് ആര് കടന്നു പോയത്? 3rd 5-year പ്ലാൻ കടന്നു പോയത്. ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, അതുപോലെ ഇന്ദിരാഗാന്ധി. ഇവരിലൂടെയാണ് ഏത് കടന്നു പോകുന്ന 3rd 5-year പ്ലാൻ, ഈ സംഭവബഹുലമായ 3rd 5-year പ്ലാൻ കടന്നു പോയത്. The 3rd 5-year plan was the first to have a woman as the chairperson. അല്ലേ? The 3rd 5-year plan was the first to have a woman as the chairperson. ഒരു സ്ത്രീ അല്ലേ ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന ആദ്യത്തെ 5-year പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒരു വനിത എന്തായി വരുന്നത്? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായി വരുന്നത്, അല്ലെങ്കിൽ ചെയർപേഴ്സണായി വരുന്നത്. അതാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 3rd 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ വർഷവും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങളത് കൃത്യമായിട്ടും പഠിക്കുക, നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ്സാവരുത്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ, 1966-69. കാരണം 3ാം പഞ്ചവത്സര പദ്ധതി തീർന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ 5-year പ്ലാൻസ്, പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല, 5-year പ്ലാൻസ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷമാണ് ആനുവൽ പ്ലാൻസ് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു. 66 തൊട്ട് 69 വരെ ഉള്ള കാലം. അതുകൊണ്ട് ആ കാലഘട്ടം പ്ലാൻ ഹോളിഡേയ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. പ്ലാൻ ഹോളിഡേയ്സ് നോക്കാം. പ്ലാൻ ഹോളിഡേയ്സ് വാസ് അനൗൺസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1966 ഫോളോയിങ് ദ ഫെയിലിയർ ഓഫ് ദ 3rd 5-year പ്ലാൻ. അപ്പോൾ പ്ലാൻ ഹോളിഡേ അനൗൺസ് ചെയ്തത് 66 എന്തിനെ തുടർന്ന്? 3rd 5-year പ്ലാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് അല്ലേ. 3ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു അല്ലേ, അട്ടർ ഫെയിലിയർ ആയിരുന്നു 3rd 5-year പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് 66 നമ്മൾ ആ 5-year പ്ലാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് 66 എന്ത് പ്രഖ്യാപിക്കുകയാണ്? പ്ലാൻ ഹോളിഡേ അനൗൺസ് ചെയ്യുകയാണ്. ദ പീരീഡ് ഓഫ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് 66 തൊട്ട് 69 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ പ്രൈം മിനിസ്റ്റർ ഹു അനൗൺസ് ദ പ്ലാൻ ഹോളിഡേ ആൻഡ് ഇംപ്ലിമെന്റഡ് ആനുവൽ പ്ലാൻസ് ആരാണ്? ഇന്ദിരാഗാന്ധി. നല്ലൊരു പോയിന്റാണ്. ദ പ്രൈം മിനിസ്റ്റർ ഹു അനൗൺസ് ദ പ്ലാൻ ഹോളിഡേ, ഈ പ്ലാൻ ഹോളിഡേ അനൗൺസ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റഡ് ആനുവൽ പ്ലാൻസ്. ഈ കാലഘട്ടത്തിൽ 5-year പ്ലാൻസ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ വാർഷിക പദ്ധതികൾ ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കി കേട്ടോ. അങ്ങനെ ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയതും ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. കാരണം ആ കാലഘട്ടം ഓർത്താൽ മതിയല്ലോ. അപ്പോൾ അനൗൺസ് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ പിന്നെ ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയതും ഇന്ദിരാഗാന്ധിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ദ ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലാൻ ഹോളിഡേ.
പ്ലാൻ ഹോളിഡേയിൽ ഇൻക്ലൂഡ് ചെയ്ത ഫിനാൻഷ്യൽ ഇയർ, കാരണം ഓരോ ഫിനാൻഷ്യൽ ഇയറാണ് ആനുവൽ പ്ലാൻസ് കൊണ്ടുവരും. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇയർ? 66, 67 ഒരു വർഷം, ആനുവൽ പ്ലാൻസിൻ്റെ ഒരു വർഷം, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ. അടുത്തേതാണ് 67, 68. അടുത്തേതായിരിക്കും 68, 69. ഇങ്ങനെ 3 ഫിനാൻഷ്യൽ ഇയറിലൂടെയാണ് ആനുവൽ പ്ലാൻസ് കടന്നു പോകുന്നത്. നമ്മൾ 66, 69 പൊതുവെ പറയുന്നെങ്കിലും 66, 67 ഒരു ഫിനാൻഷ്യൽ ഇയർ, 67, 68 രണ്ടാമത്തെ, 68, 69 3 ഫിനാൻഷ്യൽ ഇയർ. ഈ 3 ഫിനാൻഷ്യൽ ഇയറിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? പ്ലാൻ ഹോളിഡേയ്സ് കടന്നു പോകുന്നത്. The plan that came between third 5-year plan and fourth 5-year plan. നോക്ക്, the plan that came between third 5-year plan and the fourth 5-year plan. നോക്ക്, ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. 3-ാം പഞ്ചവത്സര പദ്ധതിക്കും 4-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്കുള്ള പദ്ധതി ഏത്? 5-year plan എന്നല്ല, വെറും പദ്ധതിയാണ്. പ്ലാൻ ഏത് പദ്ധതിയാണെന്ന് പറഞ്ഞേ. 3-ാം പഞ്ചവത്സര പദ്ധതിക്കും 4-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏത് പദ്ധതിയാണ്? പ്ലാൻ ഹോളിഡേ ആണ്, അല്ലെങ്കിൽ ആനുവൽ പ്ലാൻസ് ആണ്. ഈ ആനുവൽ പ്ലാൻസ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ദ പ്ലാൻ ദാറ്റ് കെയിം ബിറ്റ്വീൻ തേർഡ് 5-year plan ആൻഡ് ഫോർത്ത് 5-year plan. ഇനി വാട്ട് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ബ്രേക്ക് ഓർ ഇന്റർവൽ ഓഫ് ഇന്ത്യാസ് 5-year plans? അപ്പോൾ നോക്ക്, വാട്ട് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ബ്രേക്ക് ഓർ ഇന്റർവൽ ഓഫ് ഇന്ത്യാസ് 5-year plans? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ആദ്യത്തെ ഇടവേള. പിന്നെ ഇടവേള ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് നമ്മളിനി പഠിക്കും. അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ആദ്യത്തെ ഇടവേള, അല്ലെ, ആദ്യത്തെ ബ്രേക്ക് ലഭിച്ചത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് സമയത്താണ്? പ്ലാൻ ഹോളിഡേയിലാണ്. 1966 to 69 പീരീഡിലാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ആദ്യത്തെ ബ്രേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഇന്റർവൽ ഇടവേള എന്ന് പറയുന്നത് ഈ പ്ലാൻ ഹോളിഡേയുടെ സമയത്താണ്. അതിന് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഗ്രീൻ റെവല്യൂഷൻ വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ഇൻ 1966, 67. നമ്മൾ പറഞ്ഞു ഏത് 5-year plan പീരീഡിലാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ തേർഡ് 5-year plan. ഒരു സംശയം വേണ്ട, കാരണം ആ കാലഘട്ടത്തിലാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. മനസ്സിലായില്ലേ? കുറച്ച് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ജില്ലകളൊക്കെ അത് ആരംഭിക്കുന്നത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് ഗ്രീൻ റെവല്യൂഷൻ ഓൾ ഇന്ത്യ തലത്തിൽ നടപ്പിലാക്കുന്ന യഥാർത്ഥത്തിൽ 66, 67, 66, 67 ഏതില്ല? തേർഡ് 5-year plan ഇല്ല. അതായത് പ്ലാൻ ഹോളിഡേയുടെ സമയമാണ്, ആനുവൽ പ്ലാൻസിന്റെ സമയം. ആദ്യത്തെ ആനുവൽ പ്ലാൻ 66, 67 അല്ലേ? ആദ്യത്തെ വാർഷിക പദ്ധതിയായ 66 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഏത് 5-year പ്ലാനിലാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം തേർഡ് 5-year plan. 66, 67 എന്തില്ല? 5-year plans ഇല്ല. കൃത്യമായി വർഷം ചോദ്യം ഏത് സാമ്പത്തിക വർഷത്തിലാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ പറയുക 66 മുതൽ 67 വരെയുള്ള കാലഘട്ടം. Okay. Green Revolution was planned during the third 5-year plan and implemented during the holiday plan. അപ്പോൾ അതാണ് പറഞ്ഞത്, ഗ്രീൻ റെവല്യൂഷൻ വാസ് പ്ലാൻഡ്. ഗ്രീൻ റെവല്യൂഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആസൂത്രണം നടപ്പിലാക്കിയത്, അല്ലെ, ആ പ്ലാനിങ് കൊണ്ടുവന്നത് തേർഡ് 5-year plan പീരീഡിലും അത് ഇംപ്ലിമെന്റ് ചെയ്തത് ഹോളിഡേ പ്ലാനിൽ അല്ലെങ്കിൽ പ്ലാൻ ഹോളിഡേയ്സിന്റെ സമയത്തുമാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ പ്ലാൻ ഹോളിഡേ വാസ് അശോക് മേത്ത. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ പ്ലാൻ ഹോളിഡേ. പ്ലാൻ ഹോളിഡേയുടെ സമയത്ത് ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്ന ആരായിരുന്നു? അശോക് മേത്തയായിരുന്നു കേട്ടോ, അശോക് മേത്ത. പ്ലാൻ ഹോളിഡേയുടെ സമയത്ത് ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ, ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ പ്ലാൻ ഹോളിഡേ. അപ്പോൾ ഓർക്കുക, പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ല ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയല്ലോ, ആ പ്ലാൻ ഹോളിഡേയുടെ സമയത്തെ ആ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അശോക് മേത്തയാണ്, അശോക് മേത്ത. പ്ലാൻ ഹോളിഡേയുടെ സമയത്ത് ഒന്നുകൂടെ പറയുന്നു, പദ്ധതിയുടെ അവധി ദിനങ്ങളുണ്ടല്ലോ 66 തൊട്ട് 69, ആ കാലഘട്ടത്തിലെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണത്? അശോക് മേത്തയാണ്, അശോക് മേത്ത. ഫോളോയിങ് അശോക് മേത്ത, അശോക് മേത്തയ്ക്ക് ശേഷം DR ഗാഡ്ഗിൽ, DR ഡോക്ടർ ഗാഡ്ഗിൽ അല്ല, DR ഗാഡ്ഗിൽ. ആരാണ്ടേ? DR ഗാഡ്ഗിൽ became the deputy chairman in 1967. അപ്പോൾ ഇദ്ദേഹം കുറച്ചു കാലമേ അശോക് മേത്ത ഇരുന്നുള്ളൂ. 67 പിന്നെ ആര് വരുന്നു? നമ്മൾ നേരത്തെ ഗാഡ്ഗിൽ യോജന പറഞ്ഞല്ലോ, അദ്ദേഹം DR ഗാഡ്ഗിൽ എന്തായിട്ട് വരികയാണ്? 67 എന്തായിട്ട്? പിന്നെ ഈ പ്ലാൻ ഹോളിഡേയുടെ സമയത്ത് എന്തായിട്ട്? പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് വരുന്നു 67. ഓക്കെ. DR ഗാഡ്ഗിൽ നോൺ ആസ് ദ ക്രിട്ടിക് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഈ DR ഗാഡ്ഗിലിനെ എന്തെന്ന് വിളിക്കുന്നു? DR ഗാഡ്ഗിൽ
നോൺ ആസ് ദ ക്രിട്ടിക് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ വിമർശകൻ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകൻ എന്ന് ആരെ വിളിക്കുന്നു? DR ഗാഡ്ഗിലിനെ വിളിക്കുന്നു. കാരണം എന്താണ്? ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ കൃത്യമായി വിശകലനം ചെയ്ത് അല്ലേ, തലനാരിഴ കീറി പരിശോധിച്ച് അതിനെന്താണ് വിമർശനാത്മകമായ രീതിയിൽ ഈ പഞ്ചവത്സര പദ്ധതികളെയൊക്കെ അവതരിപ്പിച്ചത് ആരാണ്? ഈ DR ഗാഡ്ഗിലാണ്. അപ്പോൾ അത് വലിയ തോതിൽ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, പ്ലാനിങ്ങും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഗാഡ്ഗിൽ ഈസ് നോൺ ആസ് ദ ക്രിട്ടിക് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ക്രിട്ടിക് എന്നറിയപ്പെടുന്നു, വിമർശകൻ എന്ന് ആരെ അറിയപ്പെടുന്നു? DR ഗാഡ്ഗിലിനെ വിളിക്കുന്നു. ഓക്കെ, ഇനി ദ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1967. സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ ഏതിൻ്റെ മാതൃകയിൽ? സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷന്റെ മാതൃകയിൽ പിന്നീട് എന്ത് വരികയാണ്? സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നുണ്ട്. അത് 67-ലാണ് ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് DR ഗാഡ്ഗിൽ. ഈ DR ഗാഡ്ഗിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷന് ശുപാർശ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? DR ഗാഡ്ഗിലാണ്. DR ഗാഡ്ഗിൽ അത് എന്നാണ് നിലവിൽ വരുന്നത്? 67-ലാണ്. 50-ല് സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ് 17 വർഷങ്ങൾക്ക് ശേഷം DR ഗാഡ്ഗിൽ റെക്കമെൻഡ് ചെയ്ത പ്രകാരമാണ് ഓരോ സംസ്ഥാന തലങ്ങളിലും എന്ത് വരുന്നത്? സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷനുകൾ വരുന്നത്. 67 ഇൻക്ലൂഡിംഗ് കേരള. ഏതുൾപ്പെടെ? കേരളം ഉൾപ്പെടെ. The chairman of the state planning commission will always be the chief minister. ഈ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ, ഈ സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അവിടെ സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ. സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ തലവൻ എന്ന് പറയുന്ന എപ്പോഴും ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്ട്? മറ്റാരുമല്ല, പിണറായി വിജയനാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സെപ്റ്റംബർ 1967. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, കണ്ടോ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നതും എന്നാണ്? സെപ്റ്റംബർ 1967-ലാണ്. ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ചീഫ് മിനിസ്റ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.